ഹലോ ഓൾ 2025 JEE എഴുതാൻ പോകുന്ന കുട്ടികൾ പലതവണ ചോദിച്ചിട്ടുണ്ട് ഇനിയുള്ള മാസങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കഷനും അത് തന്നെയാണ്. +2ൻ്റെ കൂടെ JEE എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. ഇനിയുള്ള 6 മാസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് JEEക്ക് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ആദ്യത്തെ എക്സാം വരുന്നത് ജാനുവരി എൻഡിലാണ്, ലാസ്റ്റ് വീക്കിലായിരിക്കും. സോ എക്സാക്ട്ലി നമ്മുടെ കയ്യിൽ 6 മാസമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷൻ ഏപ്രിൽ വരുന്നതാണ്. അതും അവിടെ നമ്മുടെ എക്സാം തീരുന്നില്ല. അതും കഴിഞ്ഞിട്ട് നമ്മുടെ മെയ് മാസത്തിലാണ് JEE അഡ്വാൻസ്ഡ് എക്സാം ഉണ്ടാവാറുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കീം എക്സാം. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള +2ൻ്റെ കൂടെ എഴുതാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് സ്ട്രീംസിലേക്കുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ. അതിൽ തന്നെ JEE 2025 നോക്കുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങളിൽ പലരും പല സ്റ്റേജിലായിരിക്കും. ഇപ്പോൾ +2ൻ്റെ കൂടെ അല്ലെങ്കിൽ +1ൻ്റെ കൂടെ പ്രോപ്പറായിട്ട് JEE പ്രിപ്പയർ ചെയ്ത ആളുകളുണ്ടാകും. അതുപോലെ തന്നെ ഒരു ബോർഡ് എക്സാം ലെവൽ മാത്രം പഠിച്ച് ഇനി നന്നായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ആൻഡ് ഫൈനലി ഇതുവരെ ഒന്നും ചെയ്യാതെ, അതായത് ബോർഡ് എക്സാമിന് പോലും വളരെ സീരിയസ് ആയിട്ട് പഠിക്കാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് അവയർനെസ് കിട്ടിയത്, ഇനി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവനായിട്ട് കാണുക. 2025 JEE എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള അഡ്വൈസ്, ജനുവരിയിലെ എക്സാം നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. ഒരുപാട് കുട്ടികൾ വരുത്തുന്നൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ജനുവരിയിൽ എനിക്കിനി പഠിച്ചു തീരാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജനുവരി എക്സാം അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്, ഞാൻ ഏപ്രിലത്തത് എഴുതിയെടുത്തോളാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്, വലിയൊരു മിസ്റ്റേക്കാണ്, ഒരു ബ്ലണ്ടറാണ്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് വരുത്തത്. ഈ ഒരു എക്സാമിന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റിസൾട്ട്, ചിലപ്പോൾ അത് 99% ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റാവുന്ന ഏറ്റവും നല്ല റിസൾട്ട് എന്ത് ചെയ്യണം, ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഒരു എക്സാം എഴുതുന്ന ആ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ മാർക്ക് കുറവാണ്, സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് അത്രയും ക്രൂഷ്യലാണ്. ഏപ്രിൽ മാസത്തിൽ വരുന്ന JEEയിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജനുവരി എക്സാം തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം, IIT എത്തണം എന്നാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ JEE മെയിനിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ മുകളിലുള്ള എക്സാമാണ്, അതിനേക്കാൾ അഡ്വാൻസ് ലെവലിലുള്ള എക്സാമാണ് JEE അഡ്വാൻസ്ഡ്. അതിനുവേണ്ടി ജനുവരി മുതൽ മെയ് വരെ ഒരു 4-5 മാസം നിങ്ങളുടെ കയ്യിലുണ്ടാകും. ആ സമയവും ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകാൻ സാധിക്കണം. സോ വാട്ട് ഇഫ് ഐ സ്റ്റാർട്ട് നൗ? ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇതാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സർ, ഇനി എൻ്റെ മുന്നിൽ 6 മാസം ഉണ്ട്, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അതായത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം, തുടങ്ങുന്നതിന് പകരം കുട്ടികളുടെ സംശയം ഇതാണ്, ഞാൻ ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 14 ലക്ഷം കുട്ടികൾ JEE എഴുതുന്നുണ്ടെങ്കിൽ അതിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണ്, ഇനി തുടങ്ങണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത് എന്താണ്, വലിയൊരു അബദ്ധമാണ്. ഇന്നാണ് നിങ്ങൾക്ക് ബോധം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റെസ്പെക്റ്റബിൾ സ്കോറിലേക്ക് എത്താൻ പറ്റും, ഡെഫിനറ്റ്ലി എത്താൻ പറ്റും. എത്തുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, ഞാൻ ഇതുവരെ ഇങ്ങനെയാണ് ചെയ്തത്, ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ സെൽഫ് ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇനി തുടങ്ങിയിട്ട് റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ തുടങ്ങാൻ പോവുകയാണെന്നുള്ളൊരു ഡിസിഷനാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്, ഒരു സംശയവുമില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡ്രീം ചെയ്ത് തുടങ്ങണം, അതിന് നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം, നമ്മളെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നി തുടങ്ങണം. അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, 6 മാസം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ഒരു നല്ല കോളേജിൽ തന്നെ, NITs പോലെയുള്ള നല്ല കോളേജിലേക്ക് തന്നെ അഡ്മിഷൻസ് നേടിയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്ത കാര്യം, തുടങ്ങുകയാണെന്നുള്ള തീരുമാനമെടുത്തു, നല്ല കോൺഫിഡൻസോട് കൂടി സ്റ്റാർട്ട് ചെയ്തു, എൻഡ് വരെ പോയി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അല്ലാതെ ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, ഇനി 3 മാസമുണ്ട്, ഇനി 4 മാസമുണ്ട്, ഇനി 5 മാസമുണ്ട്, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സ്വയം ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്നോണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആൻഡ് ഫൈനലി കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൺസിസ്റ്റൻസ് ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ടും കാര്യമില്ല, എത്ര സ്ട്രാറ്റജി വീഡിയോസ് കണ്ടിട്ടും കാര്യമില്ല, എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നല്ല മെറ്റീരിയൽസ് കിട്ടിയിട്ടും കാര്യമില്ല. കൺസിസ്റ്റൻസി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എത്ര ചെയ്തു, നാളെ നിങ്ങൾ എത്ര ചെയ്തു എന്നുള്ളതല്ല, 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഒരു ദിവസം പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡേ പോലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സിംഗിൾ ഡേ പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു റഫ് ടൈം ലൈൻ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ ജൂലൈ മുതൽ മെയ് മാസം അഡ്വാൻസ്ഡ് എക്സാം വരുന്ന മെയ് മന്ത് വരെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതായത് ഏകദേശം ഒരു കൊല്ലം അല്ലെങ്കിൽ 11 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം 12th സിലബസ് നിങ്ങൾ ഒക്ടോബറോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്യണം. അതിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കോച്ചിങ്ങിന് പോകുന്നവരുണ്ടാവും, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ഒരു പ്രിപ്പറേഷൻ ചെയ്യാത്തവരുണ്ടാവും. ആരുമാവട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ 12th സിലബസ് തീർക്കണം. അതിന് നിങ്ങളുടെ ജെഇ കോച്ചിങ് ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു പ്ലാനിലാണോ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ചോദിക്കണം. നിങ്ങളിനി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലും മറ്റുമൊക്കെ ഫ്രീ റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെ മന്ത് ബൈ മന്ത് പ്ലാൻ ഉണ്ടാക്കുക, വീക്ക് ബൈ വീക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ വീക്കിലും 1, 2, 3 എത്രയാണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ട് വേണം ഈ ഒക്ടോബറിൽ 12th തീർക്കാൻ. അതിൽ വേറെ ഡൗട്ടില്ല. അപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒക്ടോബറിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് റൗണ്ട് സിലബസ് കംപ്ലീഷൻ എന്നുള്ള രൂപത്തിൽ +2 സിലബസ് മുഴുവൻ നിങ്ങൾ തീർത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡഡ് നിങ്ങൾ ഇതിന് മുൻപ് +1 ഓൾറെഡി പഠിച്ചു എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. +1 എല്ലാ ചാപ്റ്റേഴ്സും ഒരു ബോർഡ് എക്സാം ലെവലെങ്കിലും അല്ലെങ്കിൽ ഒരു കീം ലെവലെങ്കിലും പ്രിപ്പയർ ചെയ്ത കുട്ടികളാണ് ഇതുവരെ എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മുതൽ ജനുവരി വരെ പിന്നെ റിവിഷനാണ്. ആ റിവിഷനിൽ +1 പണ്ട് പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ഉണ്ടായിരിക്കും, മോക്ക് എക്സാമുകൾ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ പല ആളുകൾക്കും പ്രാക്ടിക്കൽ എക്സാമുകളും ബോർഡ് എക്സാമുകൾ അടക്കം വരുന്നുണ്ട്. ഡിസംബറിൽ ടേം എക്സാം വരുന്നവരുണ്ടാകും, ഈ സമയത്ത് പ്രാക്ടിക്കൽസ് ചെയ്യേണ്ട ആളുകളുണ്ടാകും. ഇതെല്ലാം വരാൻ പോകുന്നത് ഈ ഒരു 3 മാസമാണ്. വളരെ ഹെക്റ്റിക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക, എത്രയൊക്കെ ഹെക്റ്റിക്കാണ്, എത്രയൊക്കെ ടൈറ്റാണ്, ടഫാണെന്ന് പറയുമ്പോഴും എല്ലാവർക്കും അത് ഒരുപോലെയാണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്, ഈസി ആണെങ്കിൽ എല്ലാവർക്കും അത് ഒരുപോലെ തന്നെ ഈസി ആവുകയും ചെയ്യും. അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്കിപ്പം ഇതൊക്കെ ടൈറ്റാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ജെഇ ആസ്പിരൻസിനും അത് തന്നെയാണ്, ടൈറ്റ് തന്നെയാണ്. ഒക്ടോബറോട് കൂടി നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത 3 മാസത്തിൽ ഇതെല്ലാം വരുമെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ജനുവരിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒരു 97% മുകളിൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു NIT എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം നമ്മുടെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഇ മെയിനും ജെഇ അഡ്വാൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ആ മെയിൻസും അഡ്വാൻസും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 97% ഗ്യാരണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മെയിൻസിന് വേണ്ടി തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ട്രൈ ചെയ്യേണ്ടി വരും. കാരണം വെറുതെ പോയിട്ട് അഡ്വാൻസ് ലെവൽ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഒരാൾ മെയിൻസ് ലെവൽ ക്ലിയർ ചെയ്യാൻ ഉള്ള ഒരു നോളജും സ്കില്ലും ഉണ്ടായാൽ മാത്രമേ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ +1 +2 ക്ലാസ്സുകൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ +1 and +2 സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ മേ ബി നവംബർ വരെ എന്തായാലും വേണ്ടി വരും. അണ്ടർസ്റ്റുഡ്, ഒരു നവംബർ മിഡ് വരെ വേണ്ടി വരും. അതിലും എക്സ്റ്റെൻഡ് ആയിട്ടാണ് നിങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ക്ലാസ്. നവംബർ മിഡ് ആയിട്ട് പോലും സിലബസ് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. കൃത്യമായിട്ട് അവരോട് ചോദിക്കുക, അവരുടെ പ്ലാൻ എന്താണ്, എന്നാണ് അക്കാഡമിക്സ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്, റിവിഷൻ എത്ര എണ്ണം ഉണ്ടാകും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സംസാരിക്കണം. സോ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നവംബർ മിഡോടുകൂടി നിങ്ങളുടെ ഫുൾ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്കൊരു 2-2.5 മാസം റിവിഷനും മോക്ക് എക്സാമുകൾക്ക് വേണ്ടി ഉണ്ടാകും. ആൻഡ് നേരത്തെ പറഞ്ഞത് കോമൺ ആണ്, 97% മുകളിൽ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി മെയിൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും, ഉറപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഏപ്രിലിൽ വരുന്ന മെയിൻസിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. മാത്രമല്ല മെയിൻ എക്സാമിൽ വരുന്ന അഡ്വാൻസ് എക്സാമിനും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഒരു 95, 94, 96 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മെയിൻസ് ലെവൽ PYQs വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ ഏപ്രിൽ വരെ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഇത് ഗ്യാരണ്ടി ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മെയിൻസിന് തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഏപ്രിൽ വരെ പഠിക്കുകയും പിന്നെ ആകെ 1 മാസം 1.5 മാസമാണ് ഉണ്ടാവുക അഡ്വാൻസ്ഡ് എക്സാമിന്. അത് വളരെ ചെറിയ സമയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് അത്രയും ക്രൂഷ്യൽ ആവാനുള്ള കാരണം. ഇനി സബ്ജക്റ്റുകൾ നമ്മൾ മെയിൻസും അഡ്വാൻസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സബ്ജക്റ്റുകളുടെ കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലെ മെയിൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. ഈസി ആണെന്ന് പറയുമ്പോൾ ഫോർമുല ബേസ്ഡ് ആണ്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഫോർമുലാസും അറിയാമെന്നുണ്ടെങ്കിൽ PYQs മാക്സിമം 5 വർഷത്തെ PYQs എന്ന് വെച്ചാൽ 10,000-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 വർഷത്തെ PYQs മുഴുവൻ ചെയ്യണം. അത് മുഴുവൻ ചെയ്യാൻ പറ്റാവുന്ന അത്രയും ചെയ്യണം. അത് മുഴുവൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി മെയിൻസിൽ നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര വലിയ ജമ്പാണ്. ഇൻഡെപ്ത് നോളജ് വേണം, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവം വേണം. അപ്പോൾ വളരെ വലിയൊരു ജമ്പാണ് മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ NCERT ബേസ്ഡ് ആണ്. ജെഇ മെയിൻ എന്ന് പറയുന്നത് NCERT ബേസ്ഡ് ആണ്.
ട്രിക്കി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പക്ഷേ കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള NCERT ബുക്കിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് മെയിൻസ് വരിക. പക്ഷേ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ മെക്കാനിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സും തെർമോഡൈനാമിക്സും മേ ബി ഇക്വിലിബ്രിയം ഒക്കെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജമ്പാണ് കെമിസ്ട്രിയിൽ ഉണ്ടാവുക. അല്ലാതെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഡിഫിക്കൽട്ടി ലെവൽ എന്നുള്ള രൂപത്തിലല്ല, പകരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് അഡ്വാൻസ് എക്സാം പോകാറുണ്ട്. എന്നാലും ഈ കൂട്ടത്തിൽ എപ്പോഴും കെമിസ്ട്രി തന്നെയാണ് അഡ്വാൻസ് എക്സാമിനും ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. മാത്സിലേക്ക് വരികയാണെങ്കിൽ മെയിൻസ് പേപ്പർ തന്നെ ലെങ്തിയാണ്. JEE മെയിൻ്റെ മാത്തമാറ്റിക്സ് തന്നെ ലെങ്തിയാണ്. PYQ പാറ്റേൺ ബേസ്ഡ് ആയിരിക്കും, പക്ഷേ ലെങ്തി ആൻഡ് നോട്ട് സിമ്പിൾ. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും മെയിൻസിൽ സിമ്പിളാണ്, പക്ഷേ മാത്സ് എന്തല്ല, സിമ്പിൾ അല്ല, ലെങ്തി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് എക്സാമിലേക്ക് പോകുകയാണെങ്കിൽ അഗെയിൻ നല്ല ജമ്പാണ്. അഡ്വാൻസ് എക്സാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും മാത്സ് അഗെയിൻ വീണ്ടും ഡിഫിക്കൽട്ട് തന്നെയാണ്. പലപ്പോഴും ആളുകൾക്ക് തൊടാൻ പോലും പറ്റില്ല. പല ആളുകളും മിനിമം കട്ട് ഓഫ് പോലും മാത്സിൽ എന്ത് ചെയ്യാൻ പറ്റാറില്ല, സ്കോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അത്രയും ഡിഫിക്കൽട്ടാണ് മാത്തമാറ്റിക്സ് എന്ന് ഓർക്കുക. അപ്പോൾ ഹൈ സ്കോറിങ് അല്ലെങ്കിൽ സ്കോർ കൂട്ടാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ആയിരിക്കണം. അതിനകത്ത് മാത്സ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. മാത്സ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ രണ്ട് സബ്ജക്റ്റുകളിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. കെമിസ്ട്രിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എല്ലാവർക്കും അറിയാം, മെയിൻസിൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്, ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ മൂന്നിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എമൗണ്ട് ഏകദേശം സെയിം തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇനോർഗാനിക്കിലൊക്കെ ലെസ് നമ്പർ ഓഫ് ചാപ്റ്ററിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി മെയിൻസിന് വരുന്നുണ്ട്. ഇനി അഡ്വാൻസ് എക്സാമിലേക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്, ഡിലീറ്റഡ് ടോപ്പിക്സ് ഒന്നുമില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പോൾ സിലബസ് മാറിയേക്കാം, അത് നമുക്കറിയില്ല. അത് സിലബസ് ഒഫീഷ്യലി സിലബസ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ റോഡ് മാപ്പ് അല്ലെങ്കിൽ ടൈം ലൈൻ യൂസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ വീക്ക് ബൈ വീക്ക് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ വേണം നിങ്ങൾ എന്താ ഇനി പ്രിപ്പയർ ചെയ്യാൻ ഓർക്കുക. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഡു നോട്ട് വേസ്റ്റ് ടു മച്ച് ടൈം വാച്ചിങ് ലെക്ചേഴ്സ്. ഞാൻ ആ ചാനലിലെ വീഡിയോസ് കാണും, അത് കഴിഞ്ഞ് ഈ ചാനലിലെ വീഡിയോസ്, അത് കഴിഞ്ഞ് ആ സാറിൻ്റെ വീഡിയോസ്, അങ്ങനെ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകളെല്ലാം കൂടെ കണ്ടുവരുമ്പോഴത്തേക്കും ഈ സമയമൊക്കെ തീരും. അപ്പോൾ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗൈഡൻസ് മാത്രമാണ്. ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ഫസ്റ്റ് ലെവൽ നോളജ് ഉണ്ടാക്കി തരാനുള്ള ഒരു ഗൈഡ് മാത്രമായിരിക്കണം ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടേം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡെറിവേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തരാനുള്ള ഒരു ഗൈഡ് മാത്രമാണ് ലെക്ചേഴ്സ്. അതിങ്ങനെ പലവട്ടം ഇരുന്ന് കാണുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പകരം നിങ്ങൾ പഠിച്ചതിൻ്റെ എന്തിലേക്ക് പോകണം, പ്രോബ്ലംസിലേക്കാണ് പോകേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഏതാണ്, ബെസ്റ്റ് ടീച്ചർ ഏതാണ്, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അങ്ങനെ ഒരു ആൻസർ ഇല്ല. ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും ഇല്ല, ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതിൽ ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കോച്ചിങ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയപ്പെടുന്ന ബുക്കുകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസും ഐഡിയാസും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കോച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് തന്നെ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി, പുറത്തേക്കൊന്നും പോകണമെന്നില്ല. പ്രത്യേകിച്ച് +2 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ, റിപ്പീറ്റർ ബാച്ചിലൊക്കെ ആദ്യമായിട്ട് JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് HC വർമ്മ പോലെയുള്ള വലിയ വലിയ ബുക്കുകളൊന്നും വായിച്ച് തീർക്കാൻ ടൈം ഉണ്ടാവില്ല. കോച്ചിങ് മെറ്റീരിയൽസ് തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെയാണ് ടീച്ചറും. നിങ്ങൾക്കിപ്പം ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്താൽ അയാൾ പഠിപ്പിക്കുന്ന എല്ലാ കാര്യം മനസ്സിലായിക്കൊള്ളുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഏതെങ്കിലും നല്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക മാക്സിമം. അതിൽ സംശയമുള്ള ഏരിയാസ് മാത്രം പുറത്ത് പോയിട്ട് ക്ലാസ് കണ്ടാൽ മതി. വെറുതെ ഇരുന്നിട്ട് ഒരുപാട് ലെക്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ട് സമയം കളയാൻ പാടില്ല. ബുക്കുകളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങൾ ബേസിക് ലെവൽ നോളജ് ഉണ്ടാക്കിയിട്ട് ബാക്കി നിങ്ങളുടെ വർക്കാണ്. എപ്പോഴും ആ ഒരു 30-70 റൂൾ ഓർക്കുക. 30% മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും തരാൻ കഴിയുള്ളൂ. ബാക്കി 70% നിങ്ങളുടെ സക്സസിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയാണ്. ആ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കുക. സോൾവ് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മുന്നിൽ 6 മാസമേ ഉള്ളൂ. എല്ലാ ബുക്കിലെയും എല്ലാ ചോദ്യങ്ങളും ചെയ്തു തീർക്കാനുള്ള സമയമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു ചാപ്റ്ററിൽ തന്നെ 1000 ചെയ്യാതെ അല്ലെങ്കിൽ 100-200 ചെയ്യാതെ എല്ലാ ചാപ്റ്ററിലെയും പല ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ മാത്രം ചെയ്യാം. ഒരാൾ കെമിസ്ട്രി തൊടുന്നേ ഇല്ല, ഫിസിക്സും മാത്സും മാത്രം ചെയ്യുന്നു. അതൊക്കെ എന്താണ്, അബദ്ധമാണ്, മണ്ടത്തരമാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും കെമിസ്ട്രിയാണ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വാരി വലിച്ച് ചെയ്യുന്നതിന് പകരം നല്ല ക്വസ്റ്റ്യൻസിൻ്റെ മേലെ സമയം സ്പെൻഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മേലെ സമയം സ്പെൻഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളൊരു 10 മിനിറ്റ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്താലും അത് വർത്തായിരിക്കും. അല്ലാതെ ഒരുപാട് വലിയ ഗൈഡുകൾ എടുത്തിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ബിക്കോസ് 6 മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്.
ചെയ്യേണ്ടത്. സോൾവ് ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. നിങ്ങൾ വെറും സൊല്യൂഷൻസ് മാത്രം നോക്കി ആൻസർ കീ മാത്രം നോക്കി പോകുന്ന ഒരാളാവരുത്. പകരം നിങ്ങളുടെ സ്വന്തം നോളജ് ഉപയോഗിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രഗിൾ ചെയ്യണം. അങ്ങനെ ആ സ്ട്രഗിളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഇൻറ്റ്യൂഷൻസും നമുക്ക് കിട്ടുന്ന നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ്സും കാൽക്കുലേഷൻ മെത്തേഡ്സും ആണ് എക്സാമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ തിയറിയൊക്കെ കണ്ട് സമയം ഒരുപാട് കളയുന്നതിന് പകരം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലേക്ക് അത് കൊണ്ടുപോവുക. വെൻ ടു സോൾവ് PYQs. ചില ആളുകൾ വിചാരിക്കാറുണ്ട് PYQs ഒക്കെ ഞാൻ ലാസ്റ്റ് ചെയ്യാം, ജനുവരിയിൽ ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ തന്നെ പരമാവധി PYQs ചെയ്തു പോകണം. മനസ്സിലായോ? ലെവൽ 1 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PYQസിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ JEE മെയിൻ്റെ PYQ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കൊരു ലെവൽ ഓഫ് എക്സാം, ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും അതിൽ ഹാപ്പി ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടുന്ന ഒരു എക്സാം നടക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് നെവർ ബി ഹാപ്പി. ഇത് സ്കൂളല്ല, ഇത് A+ കിട്ടാനുള്ള എക്സാം അല്ല. നിങ്ങളൊരു എക്സാം എഴുതുന്നുണ്ട്, JEEയുടെ മോഡൽ എക്സാം ആയിട്ട് നിങ്ങളൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 60 to 70% മാർക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ആൻസർ കിട്ടാതെ നിങ്ങൾ ഫെയിൽ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. 100 ഔട്ട് ഓഫ് 100 കിട്ടുന്ന ഈസി എക്സാംസ് മോഡൽ എക്സാമായിട്ട് കൺസിഡർ ചെയ്യാനേ പാടില്ല. ഒരു 60-70 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവണം. കിട്ടാതെ പോയ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയാണെന്നുള്ളത്. സോ PYQs പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി ബാക്ക്ലോഗ് ഉണ്ടാക്കരുത്. ബാക്ക്ലോഗാണ് അടുത്തൊരു പ്രശ്നം. +1 ഒന്നും പഠിച്ചില്ല, ഒരുപാട് ചാപ്റ്റർ മിസ്സാക്കിയിട്ടുണ്ട്. +2 ഇനി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നാ നമ്മളിത് പഠിച്ചു തീരുക? അപ്പോൾ പുതിയതായിട്ട് ഒരു ബാക്ക്ലോഗ് ഉണ്ടാക്കാൻ പാടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ +2ൻ്റെ കൂടെ ടോപ്പിക്സ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ +1 ടോപ്പിക്കുകളും ഡെയിലി എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂറെങ്കിലും റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും റിവൈസ് ചെയ്യണം. എല്ലാ ദിവസവും ഹാഫ് ആൻ അവറോ 1 ഹവറോ +1 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, മോൾ കോൺസെപ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഓരോരോ ചാപ്റ്ററും നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, എടുത്ത് മറിച്ച് നോക്കണം. അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യണം, PYQs ചെയ്യണം. ഇങ്ങനെ എല്ലാ ദിവസവും +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ +1 നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി റിവൈസ് ചെയ്യണം. തീരെ തൊടാത്ത ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. അടുത്തതായിട്ട് നോട്ട് ഉണ്ടാക്കുക. ചില ആളുകളുടെ സമയം മുഴുവൻ നോട്ട് ഉണ്ടാക്കാൻ പോകും. ഏറ്റവും ബെസ്റ്റ്, നല്ല ഭംഗിയുള്ള അടിപൊളി കളർഫുൾ ആയിട്ട് ഹൈലൈറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ആരും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന നോട്ട് ഉണ്ടാക്കും. എന്നാൽ ഈ നോട്ടിലുള്ളത് വല്ലതും പഠിച്ചിട്ടുണ്ടോ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും അവർക്ക് ആൻസർ ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സ്വന്തമായിട്ട് മറ്റ് കളർഫുൾ നോട്ടുകളൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സമയത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം എഴുതിക്കൊണ്ട് യുവർ ഓൺ ഷോർട്ട് നോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് ഏറ്റവും എക്സാമിന് മുൻപ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത്. അത് തന്നെ പേജ് കണക്കിന് ഒരുപാട് ഡെഫിനിഷൻസ് എല്ലാം കൂടി എഴുതി വെക്കുന്നു വേണ്ട. ഏറ്റവും ഷോർട്ടാക്കിയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. എത്ര എക്സാം എഴുതണം, എപ്പോൾ എക്സാം എഴുതണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചില ആളുകൾ ജനുവരിയിലേക്ക് മാറ്റി വെക്കും എക്സാമുകൾ മുഴുവൻ. ഒരിക്കലുമല്ല, എക്സാമുകളും കണ്ടിന്യൂസ്ലി കൊണ്ടുപോകണം. എല്ലാ ദിവസവും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും 2-3 എക്സാമുകളെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അരമണിക്കൂറിൻ്റെ എക്സാം ആവാം. ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. ഇനി ആ എക്സാം നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബുക്ക് എടുക്കുക, നിങ്ങളുടെ കോച്ചിങ് മെറ്റീരിയൽ. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 മുതൽ 25 വരെ നിങ്ങളൊരു എക്സാം ആയിട്ട് ടൈമൊക്കെ വെച്ചിട്ട് ചെയ്തു നോക്കുക. ഇതിനൊന്നും ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ഫ്രീ റിസോഴ്സുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ ആപ്പുകളായിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. 3 മണിക്കൂറിൻ്റെ JEE മെയിൻ എക്സാം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട്, ക്ഷീണിക്കാതെ, ഉറക്കം വരാതെ, ഫുൾ കോൺസെൻട്രേഷനോട് കൂടി എഴുതണം എന്നുണ്ടെങ്കിൽ അതെന്തുപോലെയാണ്, ഒരു മാരത്തോൺ പോലെ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ മാരത്തോൺ ഓടാൻ കഴിയില്ല. അതിന് പ്രാക്ടീസ് വേണം. സിമിലർലി 3 മണിക്കൂർ നീളമുള്ള എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തുള്ള ഒരാൾക്ക് മാത്രമേ ആ സമയത്ത് ടൈം മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ, സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ, അതുപോലെ തന്നെ ഓവറോൾ ഫോക്കസ്ഡ് ആയിട്ട് എക്സാം എഴുതാനും കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നല്ലോണം വേണം. അതുകൊണ്ടാണ് നവംബർ മുതൽ തന്നെ മോക്ക് എക്സാമിനേഷൻസ് എഴുതാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ എക്സാം എഴുതി ആക്ച്വൽ എക്സാമിന് ഹാളിൽ ചെല്ലുമ്പോഴും ഇത്രയും മാസങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് അത്രേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അല്ലാതെ ഒരാൾ ഡയറക്റ്റ് ആദ്യമായിട്ട് ജീവിതത്തിൽ 3 മണിക്കൂർ എക്സാം എഴുതുന്നത് ആക്ച്വൽ JEE മെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പേടിക്കാനും ആങ്സൈറ്റി കാരണം അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചേക്കാം. ഫൈനലി ബോർഡ് വേഴ്സസ് JEE. ബോർഡ് എക്സാം വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ, +2 കുട്ടികളോടാണ്. ബോർഡ് എക്സാമും വരുന്നുണ്ട്, അതിൽ മാർക്ക് വാങ്ങണം, അതിന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ഒരുപാട് ചാലഞ്ചുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി JEE തന്നെ ആയിരിക്കണം. ബോർഡ് എക്സാം ഒക്കെ ഒരു സൈഡിലൂടെ നടക്കും, അതൊക്കെ ഈസിലി നേടിയെടുക്കാവുന്നുള്ളൂ. JEE ലെവലിൽ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് ബോർഡ് എക്സാമിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എന്തായാലും ഈസി ആയിരിക്കും. ബാക്കി സബ്ജക്റ്റുകൾ മാത്രം ഹാൻഡിൽ ചെയ്തെടുത്താൽ മതി. ഈ കാര്യം കൂടെ മനസ്സിലുണ്ടായിരിക്കും. എപ്പോഴും പ്രയോറിറ്റി JEEക്ക് തന്നെ കൊടുക്കുക. ബോർഡ് എക്സാമിൽ നിങ്ങൾക്കറിയാം, അതിൽ 99 കിട്ടിയാലും 91 കിട്ടിയാലും A+. എന്നാൽ JEEയിൽ 99%ലും 91%ലും കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു കോളേജിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വരെ വ്യത്യാസം അതുണ്ടാക്കും.
കറക്റ്റ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇതിൽ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ജെഇക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. ആൻഡ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളൊക്കെ നിങ്ങൾ സ്കൂളിൽ എന്താണോ ചെയ്യേണ്ടത് അത് ഏറ്റവും മിനിമം ആയിട്ട് ചെയ്തു തുടങ്ങുക. ഒരുപാട് സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യാതെ, ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതെ, സ്കൂൾ കഴിഞ്ഞ് പോകാൻ എന്താണോ ബേസിക് ആയിട്ട് മിനിമം കാര്യങ്ങൾ എന്താണോ ആ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്ത് നിങ്ങളുടെ ബാക്കി സമയം മുഴുവൻ ജെഇക്ക് വേണ്ടി മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, +2ൻ്റെ കൂടെ നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് +1 നിങ്ങൾ കംപ്ലീറ്റ്ലി 0 ആണ്, ജെഇ ലെവൽ ഒന്നും അറിയില്ല, +2 നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് ജെഇ എഴുതുന്നു, പക്ഷേ നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ലെന്ന് തന്നെ വിചാരിക്കാം. ഇൻ കേസ് നിങ്ങൾ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ വിചാരിക്കാം. ഈ +1 +2 നിങ്ങൾ പഠിച്ച ആ ഒരു ബേസിക്സ്, ഈ ഫോളോ ചെയ്ത മെത്തേഡ്സ്, അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിപ്പീറ്റിങ്ങിൻ്റെ റിസൾട്ടും തീരുമാനിക്കാൻ പോകുന്നത്. അതല്ലാതെ +1 +2 കംപ്ലീറ്റ് ആയിട്ട് കളിച്ച് നടന്ന് ഒരു ജെഇ പ്രിപ്പറേഷൻ നടത്താതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരാൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ മിക്കവാറും അത് നല്ല റാങ്കിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആകെ 6 മാസം കൊണ്ട് +1ലെയും +2ലെയും ഫുൾ സിലബസ് തീർത്തിട്ടാണ് ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ജനുവരി എക്സാം എഴുതുക എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെയാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഓൾറെഡി നിങ്ങൾ +1ലെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് റിവൈസ് ചെയ്ത് കൂടെ കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന് ഹെൽപ്ഫുൾ ആയി തോന്നുന്നു. ആൻഡ് ഫൈനലി നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരുപാടധികം സ്ട്രാറ്റജീസും ഒരുപാട് ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസും ഒരുപാട് പ്ലാനുകളും ഒരുപാട് റോഡ് മാപ്പുകളും ഇങ്ങനെ മൾട്ടിപ്പിൾ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയം വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ലെക്ചേഴ്സ് കാണരുത് എന്ന് പറയുന്ന പോലെ തന്നെ യൂട്യൂബിലുള്ള IIT NIT JEE റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ തൗസൻഡ്സ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം ഇരുന്ന് കാണുക എന്നുള്ളത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ ടൈമൊക്കെ നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ മെറ്റീരിയൽസും നിങ്ങളുടെ നോട്ട്ബുക്കും പെന്നും ഇതുമായിരിക്കണം നിങ്ങളുടെ അടുത്ത ഒരു 6 മാസത്തെ ജേണി എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജെഇ ആസ്പിറൻസിന് എന്തെങ്കിലും രീതിയിൽ ഇനി അങ്ങോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇത് പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസ്, ഇതുപോലെ എന്തെങ്കിലും വളരെ ക്രൂഷ്യലായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ സജഷൻസ് ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നതാണ്.